ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ബാപ്പുജിയുടെ കൂടെ ചേർന്ന് പ്രവർത്തിച്ചത് ആദർശധീരനായ ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ചാച്ചാജി. അദ്ദേഹത്തെ കാണാൻ അനവധി പേർ ചെല്ലുമായിരുന്നു. അതിൻ്റെ നടുവിൽ ആന്ധ്രയിലെ CSIയിലെ മിഷണർ ചെന്ന് അദ്ദേഹത്തിനോട് സുവിശേഷം അറിയിച്ചു. ആ സമയത്ത് സുവിശേഷം കേൾക്കാൻ വലിയ താല്പര്യം. അവസാനം അദ്ദേഹം ഭരണത്തിൽ നിന്ന് 3 മാസം മുമ്പ് പുറത്താകുന്നതിന് അവസാന സമയം ആന്ധ്രയിലെ മിഷണറി ജേക്കബ് എന്ന് പറയുന്ന ഒരു മിഷണറി CSIയുടെ ചരിത്രത്തിൽ അതെല്ലാം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ ചെന്ന് ചാച്ചാജിയെ കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു, പ്രാർത്ഥിച്ചു. അദ്ദേഹം ഒരു ബൈബിളും കൊടുത്തു. ബൈബിൾ കൊടുത്തിട്ട് ഈ ചാച്ചാജി പറഞ്ഞു, ഇവിടെ വെച്ചാൽ ഒരു 3 മാസം കഴിഞ്ഞിട്ട് ബ്രദർ വരണം, എനിക്ക് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഇപ്പം പറ്റത്തില്ല, ഞാൻ പ്രധാനമന്ത്രിയായിട്ടിരിക്കുമ്പോൾ എനിക്ക് ഈ രക്ഷയിലേക്ക് കടന്നു വരാൻ പറ്റത്തില്ല. ഈ ചെറുപ്പക്കാരൻ പ്രാർത്ഥിച്ച് ആന്ധ്രയ്ക്ക് മടങ്ങി. 7ാമത്തെ ദിവസം പത്രത്തിൽ ഒരു വാർത്ത, മിസ്റ്റർ ജവഹർലാൽ നെഹ്റു പാസ്ഡ് അവേ. കരമുയരുന്നില്ലല്ലോ. സമ്പന്നനായാലും ദരിദ്രനായാലും ധനവാനായാലും ചെറുപ്പക്കാരനായാലും മുഖ്യമന്ത്രിയായാലും ആരായാലും മരിക്കപ്പെടും. എന്നാൽ മരണം നിന്നെ പിടിക്കുന്നതിന് മുമ്പ് രക്ഷയുടെ ടിക്കറ്റ് കരസ്ഥമാക്കിയ ഇവിടെ നീ മരിച്ചാലും അക്കരെ നാട്ടിൽ വീടൊരുക്കി നാഥൻ മധ്യാകാശത്തിൽ വരും. എത്ര പേർക്ക് ഈ രാത്രി പ്രത്യേകഭവനം ഒരുക്കി നാഥൻ വരാറാ? ഈ തലമുറയിൽ കർത്താവ് വരുമോ? വായിക്കാം മത്തായി സുവിശേഷം 7-ാം അധ്യായം 24-25 വാക്യങ്ങൾ. വളരെ വേഗത്തിൽ 2 വാക്യങ്ങൾ. മത്തായി 7:24-25 വായിച്ചിട്ട് മക്കളെ. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനായിരുന്നു. അടുത്ത വാക്ക്, വൻമഴ ചൊരിഞ്ഞു. പെരുമഴയും കൊടുങ്കാറ്റും വരട്ടെ, ഇന്നത്തെ കണക്ക്. അടുത്തത്, നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല, കരമുയരുന്നില്ല. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു കേട്ടു. നാശകരമായ കുഴിയിൽ നിന്ന് കൊഴിഞ്ഞ ചേറ്റിൽ നിന്ന് എന്നെ കയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയെങ്കിൽ, ക്രിസ്തുവാകുന്ന പാറമേൽ പണിത ദൈവസഭ വീഴുന്നതിന് മുമ്പ് നാഥൻ മധ്യാകാശത്തിൽ വരും. പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം ബുദ്ധിമാന്റെ ഭവനം. 2ാമതൊരു ഭവനം. ഇതുവരെയും പ്രസംഗം കേട്ടിട്ട് രക്ഷിതാവായി കർത്താവിനെ അംഗീകരിക്കാത്ത കൂട്ടം. അടുത്ത വാക്ക് വായിച്ചാട്ട് കുഞ്ഞേ. അടുത്ത വാക്ക്, എത്ര കൺവെൻഷൻ കേട്ടിട്ടും ഗുണപ്പെടാതെ ഇത് ഉപജീവനത്തിന്റെ മാർഗം അല്ലെ ഉപദേശിമാര് മിച്ചപ്പണം കെട്ടിവെച്ചെന്ന് പറഞ്ഞ് പരാതിയും കൊണ്ടിരിക്കുന്ന സഹോദരൻ മാനസാന്തരപ്പെട്ടു. അടുത്ത വാക്ക്, മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് മനുഷ്യന് തുല്യം. അടുത്ത വാക്ക്, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി കാറ്റടിച്ചു, ദാ കിടക്കുന്ന വീടിന്റെ ഗതി എന്തായി? അത് വീണു. അതിന്റെ വീഴ്ച വലിയതായിരുന്നു. നീ പറയുന്ന ഈ ചെമ്പൂര് വീഴത്തില്ലെന്ന്, വലിയ വഴി നീ ഗമിക്കും വീഴത്തില്ലെന്ന്, ബുള്ളറ്റിനകത്ത് പടപടാ നീ ചവിട്ടിപ്പാർക്ക് ഇതിലെ ഓടിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു വൈറസ് വന്നപ്പോ 45കാരൻ വീണെങ്കിൽ, അല്ലയോ ധനവാന്, നിന്റെ ധനത്തിൽ നീ പ്രശംസിക്കുന്നതെന്ത്? സഹോദരാ, നിന്റെ സൗന്ദര്യത്തിൽ നീ പ്രശംസിക്കുന്നതെന്ത്? ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. ഇന്ന് രാത്രി മണലിൽ മേൽ പണിഞ്ഞവന്റെ വീഴ്ച വലുതായിരുന്നു. ഇതുവരെയും വചനം കേട്ടിട്ട് ക്രിസ്തുവാകുന്ന പാറയാകുന്ന മൂലക്കൽ ചവിട്ടി രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്ന് നാഥനെ ഞാനൊരു പാപിയാന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് പുതിയതായി വിശ്വാസത്തിൻ്റെ ഏടുകൾ വെച്ചുകൊണ്ട് രക്ഷയുടെ ഭവനത്തിൽ കടന്നാൽ നിന്റെ ഭവനം വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. അതിനു മുമ്പ് കാഹളനാദം മധ്യാകാശത്തിൽ മുഴങ്ങാൻ കാലമായി. ആത്മാവ് സഭകളോട് പറയുന്നത്, ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിൻ്റെ നടുത്തൂണായി മാറ്റാൻ യേശു വരാറായി. ഗതസമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, ഗോൽഗത്തായിൽ അവൻ പരമയാഗമായി. ഇന്ന് രാത്രി വചനം കേൾക്കുന്നവർ ഗതസമനയിൽ നിന്ന് എൻ്റെ നാഥനെ യാത്രയാക്കുന്നു, ഗബദായിൽ അതിനുശേഷം വെച്ച് എൻ്റെ നാഥൻ പോകുന്നു. പ്രത്യേകത, അവൻ്റെ മുൻപിൽ ഒരു കുരിശുണ്ട്, പച്ച പൈൻമരത്തിൻ്റെ കുരിശ്. എന്താ കുരിശിൻ്റെ പ്രത്യേകത? ലംബം തിരച്ചീന 2 ഭാഗങ്ങൾ വെച്ച് നാഥൻ പോകുമ്പോൾ കൃത്യസമയത്ത് ക്രൂശീകരണം നടക്കണം. നമ്മൾ ഈ ദിനങ്ങളിലെല്ലാം ക്രൂശിനെ ധ്യാനിച്ചു കൊണ്ടായിരിക്കും അവസാനിപ്പിക്കുന്നത്. ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ വെച്ച് പോകുമ്പോൾ ക്രൂശ് ആരും ചുമക്കത്തില്ല. ക്രൂശ് ചുമക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, ക്രൂശിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. യഹൂദന്റെ വയലുണ്ട്. ഉച്ച സമയത്ത് ആരാണെന്നറിയാമോ? ഒരു സംഭവമുണ്ട്. ഉച്ച സമയത്ത് 3 മണിക്ക് മുമ്പ് പണി തീരും. അപ്പോൾ ചുറ്റിത്തോർത്തുമെടുത്ത് കുറേനക്കാരനായ പൊക്കം കുറഞ്ഞ ഒരു ശീമോൻ അവിടെ വരുന്നുണ്ട്. ആ ശീമോൻ ഈ ക്രൂശ് മരണം നോക്കി
നോക്കിക്കൊണ്ട് നിൽക്കുക അവൻ ചുമന്ന് പോകുന്നത്. അപ്പം ആരോ പറഞ്ഞു, ദാണ്ട ആ കുറേനക്കാരനാ ശീമോൻ വന്നിട്ടുണ്ട്, അവനെ വിളിച്ചാൽ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ ക്രൂശീകരണം തക്ക സമയത്ത് നടക്കും. ശീമോൻ ഒരു പരുവത്തിൽ വയലിൻ്റെ കരയിലേക്ക് മാറി നിന്നു. അപ്പോൾ അന്നത്തെ യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഒരു ക്രൂശീകരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പടയാളി ഉണ്ടായിരുന്നു, റോമൻ. അവൻ്റെ പേര് പെരിട്ടോണിയസ്. പെരിട്ടോണിയസിൻ്റെ പ്രത്യേകത, അവൻ്റെ കയ്യിൽ 2 ചാട്ടവാറിൻ്റെ വഴികളാണ്, ഒന്നിനകത്ത് ഈയക്കട്ടയും വാളച്ചുണ്ടയും. ഈ കുറേനക്കാരനാ ശീമോൻ മാറി നിന്നപ്പോൾ അവനെ വിളിച്ചു, ഈ ക്രൂശ് ചുമന്നില്ലെങ്കിൽ നിന്റെ ശരീരത്തിനകത്ത് പെരിട്ടോണിയസിൻ്റെ ചാട്ടവാറ് കയറും. സ്വോത്രം. അവൻ അവിടെ നിന്ന് പറഞ്ഞു, അയ്യോ എനിക്ക് ഭാര്യയുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്, ഞാനിത് ചുമന്നാൽ ശാപത്തിൻ്റെ ഗ്രസ്തത്തിലായപ്പോൾ നിർബന്ധപൂർവം അടിയെ പേടിച്ച സ്വാനുഗ്രഹത്തെ നോക്കിയല്ല, അടിയെ പേടിച്ച് എന്ത് ഇത് കുറേനക്കാരനായ ശീമോൻ എൻ്റെ നാഥൻ്റെ ക്രൂശ് അങ്ങ് ചുമന്നു. ശ്രദ്ധയോടെ കൺവെൻഷൻ്റെ ആദ്യ കൂട്ടം മുതലാവത് രാത്രി കൽവാറി സിൽവായിലെ രക്തം കണ്ടോടെ എന്താ സംഭവിച്ചെന്നറിയാമോ? യേശു 6 അടി പൊക്ക 33.5 തിരുവയസ്സ്, അവൻ്റെ തലമേൽ ഇങ്ങനെ ചാരി ലംബം തിരച്ചിരുന്ന ക്രൂശിൻ്റെ അറ്റമാരുടെ കുറേനക്കാരനായ ശീമോൻ്റെ പുറത്ത്. ഈ ബിൽഡിങ് നല്ലൊരു വാട്ടർ ടാങ്ക് പാസ്റ്റ് മേളിൽ വെച്ചിട്ടുണ്ട്. ആ വാട്ടർ ടാങ്ക് ഇത് പമ്പ് ചെയ്ത് കഴിയുമ്പോൾ വെള്ളം താഴേക്ക് ഇറങ്ങുന്നത് പോലെ ഉയരത്തിൽ നിന്ന് വന്ന കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം എവിടെ ഒഴുകി? കറുത്തവനായ കുറേനക്കാരനായ ശീമോൻ്റെ ഹല്ലേലൂയ പച്ച പൈൻ മരത്തിൻ്റെ കുരിശിൽ കൂടി അവൻ്റെ ശരീരത്തോട്ട് ഒഴുകി. സ്വോത്രം. സ്വർഗത്തിൻ്റെ ക്യാമറ തുറന്നു. സ്വർഗം നോക്കി, ആരാ? എൻ്റെ പ്രിയ മകൻ്റെ ക്രൂശ് ചുമക്കുന്നത്. ദൂതന്മാർ പറഞ്ഞു, ആ വയലിൽ നിന്ന് പണി കഴിച്ച് ചുട്ടിത്തൂർത്തും എടുത്തു വരുന്ന കുറേനക്കാരനാ ശീമോന. ഉടനെ ഏഷ്യാനെറ്റ് ദാണ്ട് അജി ലൈവ് കൊടുക്കുന്നില്ല, അവൻ്റെ വീടൊന്ന് കാണിക്കാൻ പറഞ്ഞു. അവൻ്റെ വീട് കാണിച്ചപ്പോൾ ഉണ്ട് ഒരു ഓലമേഞ്ഞ വീട്, ഒരു കൊച്ചു വീട്, ഒരു മറപ്പരയുണ്ട്, ഒരു കുഞ്ഞു കിണറുണ്ട്, ഒരു തെങ്ങിൻ്റെ ചവിട്ടി 2 കൊച്ചുങ്ങളിരുന്ന് മണ്ണ് വാരി കളിക്കുന്നു. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, പേന എടുക്കാൻ പറഞ്ഞു. ഈ കൊച്ചുങ്ങളുടെ ഭാവി ഞാൻ അങ്ങ് മാറ്റി എഴുതാമെന്ന് പറഞ്ഞു. സ്വർഗം ഒരുത്തൻ്റെ ഭാവി മാറ്റി എഴുതി. ആരാ? പീലാത്തോസ് ഇരുന്ന കസേരയ്ക്കകത്ത് അലക്സാണ്ടറിനെ ഗവർണറാക്കി. IAS കാരൻ. തീർന്നില്ല, മറ്റൊരുത്തവനെ ക്രൂശിന്റെ വചനത്തെ ചുമക്കുവാൻ രൂപോസിനെ ദൈവം ബലപ്പെടുത്തി. ഇനിയുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ജീവന്റെ വചനം, ജീവിപ്പിക്കുന്ന വചനം, നിത്യതയുള്ള വചനം കേൾക്കണമേ. അദ്ദേഹം ഈ ക്രൂശീകരണമൊക്കെ കണ്ട് ഒരു പരുവത്തെ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, അച്ഛയാ, നാടൻ ഭാഷ, ശരീരമാകെ ഒരു വല്ലാത്ത നാറ്റമാണല്ലോ, ചേറിൻ്റെ മണ്ണമല്ലല്ലോ, വേറൊരു മണ്ണ്. അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, ലൈ പോയി മേടിച്ചു. മറപ്പുരെ പോയി കുളിച്ചു. സ്വോത്രം. മറപ്പുരെ പോയി കുളിച്ചിട്ട് തിരിച്ചിറങ്ങിയപ്പം മണം. സ്വോത്രം. വീണ്ടും സഹോദരി കട്ടനിടുക. പറഞ്ഞ, അച്ചായ മണം മാറുന്നില്ല, ഒന്നുകൂടെ കുളിച്ചാട്ടെ. 2ാമതും പോയി കുളിച്ചു. സ്വോത്രം. വീണ്ടും 3ാമതും കുളിച്ചു. സഹോദരിയോട് പറഞ്ഞ്, എത്ര കുളിച്ചിട്ടും കാര്യമില്ല, എന്നും ഞാൻ വയലിനകത്ത് ചേറിൻ്റെ മണമായിട്ടാണ് വിടുന്നത്. ഇന്ന് അടിയെ പേടിച്ച് ഞാൻ ഒരുവൻ്റെ ക്രൂശ് ചുമന്നു. അവൻ്റെ രക്തം എൻ്റെ ശരീരത്തിനകത്ത് ഒഴുകിയെങ്കിൽ ഇത് എത്ര സോപ്പ് തേച്ചാലും ഇത് മാറത്തില്ല. ഇന്ന് രാത്രി വിളിച്ചു പറ, ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം വചനം ഏറ്റെടുക്കുന്നവർക്കായി. ആ ക്രൂശിലെ രക്തം ആ വീട്ടിനകത്ത് ഇറങ്ങിയോ? 4 സെന്റിനകത്ത് കൂലിത്തൊഴിലാളിയായിട്ട് കിടക്കുന്ന കുറേനക്കാരനായ ശീമോന്റെ മകന് ലോകത്തിന്റെ മെഷനറിയാക്കി. മിണ്ടുന്നില്ല. തിരുവനന്തപുരത്തെ കളക്ടറാക്കി. ആരാ? പീലാത്തോസ് ഇരുന്ന കസേരയ്ക്കകത്ത്. റോമിനകത്ത് ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ അപ്പച്ചൻ മരിച്ചു പോയി. അമ്മച്ചി അവിടെ ഇരിക്കുമ്പോൾ പൗലോസ് ധന്യം ചൊല്ല്, എനിക്കും കർത്താവിൽ പ്രസിദ്ധനായ രൂപോസിന്റെ അമ്മയ്ക്കും വന്ദന. കരമുയർത്തിയാട്ടെ. ഇന്ന് രാത്രി വചനവുമായി, മഴയത്ത് ദൈവത്തിന്റെ വചനവുമായി വളരെ ദൂരം നടന്നു വന്ന് ഈ സത്യവചനം കേട്ടെങ്കിൽ ഇത് ഉയർത്തി അവന്റെ തലമുറയെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുക. എത്ര പേർക്ക് ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നത്? ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്ത്, എന്നാൽ കാത്തിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ദൈവശക്തി. സ്വോത്രം. ഓരോ ദിവസവും ക്രൂശിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ പ്രിയന്റെ നാടിൻ്റെ വരവിന് വേണ്ടി നോക്കണം. എൻ്റെ സന്ദേശത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരിക. 2 ടിക്കറ്റ് കിട്ടും, ബാക്കി നാളെ രാത്രി. ഒരു വാക്യവും കൂടെ പറയാം. ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ അമേരിക്കയിലെ ഏറ്റവും വലിയ സയൻറ്റിഫിക്കാണ് നാസ, നാഷണൽ എയറോനോട്ടിക്കൽ സയൻറ്റിഫിക് അഡ്മിനിസ്ട്രേഷൻ. അതിൻ്റെ ക്യാമ്പസ് ഒരാളിരിപ്പുണ്ട്. ആ ക്യാമ്പസ് ബെർക്കിലി ക്യാമ്പസ്, കാലിഫോർണിയ. കേൾക്കണോ? അവിടെ ഒരു വല്യപ്പൻ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ഫ്രാങ്കിൽ. അദ്ദേഹമാണ് ഏറ്റവും സീനിയർ ഇന്നത്തെ സൂര്യൻ്റെ ശാസ്ത്രജ്ഞൻ. സജു ചാത്തന്നൂരില്ല. 2040 അദ്ദേഹം പറയുന്ന ഈ സൂര്യൻ ഒരു വലിയ ഉറക്കത്തിലേക്ക് പോകാൻ സാധ്യത. 2040
ഈ സൂര്യൻ വലിയ ഉറക്കത്തിലേക്ക് പോകാൻ സാധ്യത. അവസാന ദിവസം നമ്മളെ കൊണ്ടുപോകാൻ മേഘം വരുന്നതിൻ്റെ കാര്യം പറയാം. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നത്തെ മഴ എന്തോ തുലാവർഷമൊക്കെ ട്രെയിൻ വൈകുമല്ലോ. ഇത് ജൂലൈ പെയ്യേണ്ട മഴയാണ് നവംബറിൽ വന്നിരിക്കുന്ന. സ്വോത്രം എല്ലാം തട്ടളവിൽ പോയി. അദ്ദേഹം പറഞ്ഞു സൺ ഈസ് ഗോയിങ് എ ഗ്രേറ്റ് ഡീപ്പ് സ്ലീപ്പ് ആഫ്റ്റർ 2040. തീർന്നില്ല. ഇന്ത്യയുടെ ISROയുടെ ചെയർമാൻ നല്ലൊരു വ്യക്തി വന്നു, ഡോക്ടർ ഇ എസ് സോമനാഥ് സാർ, ആലപ്പുഴക്കാരൻ നായർ സാറ്. അദ്ദേഹം വന്ന ഉടനെ മനോരമ, മാതൃഭൂമി എല്ലാ ചാനലിലും ഇൻ്റർവ്യൂ കൊടുത്തു. അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, ഭൂമിക്ക് അധികം ആയുസില്ല. സ്വോത്രം ഞങ്ങളല്ല, ഇ എസ് സോമനാഥ് സാർ ബൈബിളിനകത്തുണ്ടോ? മനുഷ്യ, സോമനാഥ് സാർ പറഞ്ഞ അന്യഗ്രഹത്തിലെങ്ങാനും പോയി വീട് വെച്ചോളാം. നിങ്ങളുടെ ബൈബിളിൽ ഞാൻ ഉയർത്തിയ തിരുവചനത്തിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ഉപദ്യാവിൻ്റെ പ്രവചനം 4. മനുഷ്യ, നീ കഴുകനെ പോലെ ചിറകടിച്ച് നക്ഷത്രങ്ങളുടെ ഇടയിൽ പോയി കൂടുവെച്ച് പാർത്താലും അതിൻ്റെ നടുവിൽ ഞാൻ നിന്നെ ഇളക്കും. എൻ്റെ പൊന്നു ബോബി, ഞാനും വിചാരിച്ച് പ്രസംഗിച്ച് 5-6 കാശ് കയ്യിലുണ്ട്. സ്വോത്രം. ഞാനും വിചാരിച്ച് ഈ ഭൂമി വിട്ടാൽ അല്ല ചന്ദ്രനെങ്ങാനും പോയൊരു തട്ടുകട തുടങ്ങാമെന്ന്. സ്വോത്രം. ചന്ദ്രനെ പോയിട്ട് വിക്രം ലാൻഡർ പടം വെച്ചേക്ക് അവിടെയും ഫോസ്ഫറസ് ഉണ്ടെന്ന് സോതോമിൽ ഇറങ്ങി. ആ കാര്യവും പെരുവടി സ്വാഹ ദാ കിടക്കുന്നു. സ്വോത്രം. ചന്ദ്രനിൽ നിന്ന് പടം വന്നേക്കുന്നു സയൻസ്, അവിടെ ഫോസ്ഫറസ്. ഈ പ്രസംഗിച്ച കാശുമായിട്ട് ഈ മോഡി സാർ കൊടുക്കുന്ന ബേസ് സ്റ്റേഷൻ വഴി അവിടെ എങ്ങാനും പോയി തട്ടുകട ജമ്പൂരക്കണക്ക് അടിച്ചിടാന്ന് വിചാരിച്ച് അതും പോയി. മനുഷ്യ, നീ കഴുകനെ പോലെ ചിറകടിച്ച് നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂട് വെച്ച് പാർത്താലും അതിൻ്റെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ ഇളക്കുമെങ്കിൽ ഇന്ന് രാത്രി ഈ ഭൂമി വിട്ടാൽ നമുക്ക് പോകാൻ മറ്റൊരു വീടുണ്ടോ? കൂടാരമായ ഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനം ഒരുക്കി നാഥൻ വരാറായി. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പി, എന്നിലും വിശ്വസിപ്പി. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി വീടൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് പിന്നെയും നിങ്ങളെ ചേർത്ത് കൊള്ളും. ഇന്ന് രാത്രി ചിലമ്പറേ, നാളെ യോഗം നടന്നു പറയാം. മനുഷ്യൻ്റെ കാര്യമൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി പറയണം, പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഏക ദൈവം വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. ഉലകത്തിലെ മഹാന്മാരെല്ലാം ഇന്ന് രാത്രി കല്ലറയിൽ. കാറൽ മാർക്സ്, ഏംഗൽസ്, ബ്രിട്ടൻ, ലെനിൻ അവിടെ കിടക്കുന്നു. റഷ്യയിലെ ക്രെംലിൻ കൊട്ടാരത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ബാപ്പുജി, നെഹ്റുജി, ഇന്ദിരാജി, രാജീവ് ഗാന്ധി, രാജ്ഘട്ട് കിടപ്പുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ചങ്കൂറ്റത്തോടെ ഞങ്ങൾക്ക് പറയാം, പടിഞ്ഞാറേ പലസ്തീനിലെ ചെരുവിൽ അരിമത്യക്കാരനായ യോസഫിൻ്റെ കല്ലറ തുറന്നു കിടക്കുന്നു. അവിടെ 26 ഭാഷകൾ എഴുതി വെച്ചിരിക്കുന്ന അവൻ ഇവിടെ ഇല്ല, മരിച്ചവരിൽ ആദ്യ ബലക്കറ്റായി ഉയർത്തെഴുന്നേറ്റെങ്കിൽ. ചിലമ്പറ കൺവെൻഷന്റെ ആദ്യ രാത്രി എബ്രായർ ലേഖനം വാക്യം ഞാൻ തൊടുന്നില്ല. ഒരിക്കൽ പാപത്തിന്റെ പരിഹാരത്തിനായി അവൻ പാപപരമയാഗമായെങ്കിൽ തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി രണ്ടാമതും അവൻ മധ്യാകാശത്തിൽ മടങ്ങി വരും. വാതിലുകൾ അടയാറായി, രക്ഷയുടെ പെട്ടകത്തിൻ്റെ വാതിലുകൾ അടയാറായി. അതിനു മുമ്പ് ഒരു പാപിയെങ്കിലും രക്ഷപ്പെടുക. അതിനുവേണ്ടിയ ദൈവം ക്രമീകരിച്ച യോഗമാ ഇത്. മനുഷ്യനല്ല ഇത് ക്രമീകരിച്ച ഒരു യോഗത്തിൻ്റെ പിൻപിൽ ദൈവത്തിൻ്റെ കരമാ. ഈ ചിലമ്പറയിലും ഇവിടെ ഏതെങ്കിലും വ്യക്തികളുടെ രക്ഷയ്ക്കായിരിക്കും ഈ യോഗം ക്രമീകരിച്ചത്. സഹോദര, സഹോദരി, മകനെ, മകളെ, ചെറുപ്പക്കാരി, അച്ചായ, മാമേ, ഈ ഗ്രൗണ്ടിലേക്ക് വരണ്ട. ഇന്ന് രാത്രി എവിടെ ഇരുന്നായാലും ആ കരമുയർത്തിക്കൊണ്ട് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ക്രൂശ് ചുമന്ന് കൽവറിയുടെ കൊലക്കളത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ പരമയാഗമായ യേശുവിൻ്റെ രക്തം എന്നെ ഒന്ന് കഴുകണമേ. അവൻ്റെ ശരീരം എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടെങ്കിൽ അവൻ്റെ ആണിപ്പാടുള്ള കരം ഇന്ന് രാത്രി എന്നെ അദൃശ്യമായി തൊടണമെന്ന് വീട്ടിലോ റോഡിലോ സൗണ്ട് ബോക്സിൻ്റെ മുൻപിലോ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ഇന്ന് രാത്രി രക്ഷയുടെ പെട്ടകത്തിനകത്ത് താങ്കൾ ചേരും. ആ രക്ഷയുടെ പെട്ടകത്തിൽ പേരുള്ളവരെ ചേർക്കാൻ യേശു വരാറായി. ഈ സൂര്യൻ ഉറങ്ങും. സോമനാഥ് സാർ പറയുന്നു, അന്യഗ്രഹങ്ങളിലേക്ക് നാം കയറും. എന്നാൽ നമ്മുടെ പ്രത്യാശ ഒരുവൻ വരാറായി. നിർത്താം. മലാക്കി 4:2 വായിച്ചിട്ട് മക്കളെ, ബാക്കി നാളെ രാത്രി. ഭയപ്പെടുന്ന നിങ്ങൾക്കോ, രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ പാട്ടുപാടി ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ, നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. രോഗോപശാന്തിയോട്. ലാസർ കല്ലറയ്ക്കകത്ത് ശരീരം മുഴുവൻ ഹാർട്ട് അറ്റാക്ക്, ഷുഗർ, റേഡിയേഷനാണ്. പക്ഷെ കല്ലറയിൽ നിന്ന് പുറത്ത് വന്നവൻ പന്തിക്കകത്തിരുന്നത് കണ്ടു. സ്വോത്രം. ഇന്ന് രാത്രി പറയണം, ദ്രവത്വത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല. ബലഹീനതയിൽ വിതയ്ക്കും, ശക്തിയിൽ ഉയർക്കും. അപമാനത്തിൽ വിതയ്ക്കും,
തേജസ്സിൽ ഉയർക്കും. പ്രാകൃത ശരീരം മാറും, തേജസ്സിൻ്റെ ശരീരമായി നാം രൂപാന്തരപ്പെടാറായി. നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവത്തിൻ്റെ തേജസ് ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. ഒറ്റ കാര്യം, നീതി സൂര്യൻ രോഗോപശാന്തിയോടെ വെളിപ്പെടും. അപ്പോൾ ഐസക് ന്യൂട്ടൺ, കേൾക്കണോ? ഒറ്റ കാര്യം കൂടെ, മോൾ ആ വാക്യം കൂടെ മാറ്റരുത്, ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. ഐസക് ന്യൂട്ടൺ അദ്ദേഹം ഒരു പരീക്ഷണത്തിന് വേണ്ടി പോവുക. കാന്തം എങ്ങനെ അട്രാക്റ്റ് ചെയ്യുമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സംശയം. എന്താ സംഭവിച്ചത്? ബൈബിൾ വായിച്ചിട്ട് താഴ്മയുള്ള മർത്യ ശരീരത്തെ തൻ്റെ തേജസ്സുള്ള ശരീരവുമായി രൂപാന്തരപ്പെടുത്തുമെന്ന് എഫേസ്യ ലേഖനം വായിച്ചു ഐസക് ന്യൂട്ടൺ. അദ്ദേഹം ഒരു കാര്യം ചെയ്തു, അട്രാക്ഷൻ. ഈ കാന്തത്തിൻ്റെ ഇരുമ്പിൻ്റെ പൊടികളെ താഴെ മണ്ണിനകത്ത് വിതറി മേളിൽ ഒരു കാന്തം കൊണ്ട് നിർത്തിയപ്പോൾ ബ്ലേഡിനകത്തുള്ള കാന്തം പിടിക്കുന്നത് പോലെ താഴെ മണ്ണിക്കടന്ന പൊടികൾ എന്തോ ചെയ്തു, മേളിലെ കാന്തത്തെ അട്രാക്റ്റ് ചെയ്തു. ഐസക് ന്യൂട്ടൺ പുറ എഴുതി, ഇതുപോലെ കർത്താവിൻ്റെ വരവ്, ഉയരത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി താഴേക്കിറങ്ങുമ്പോൾ മൺമയമായ ശരീരം പിന്മയമായി രൂപാന്തരപ്പെടും. കരമുയർത്തുന്നവർക്കായി നമ്മളിൽ വെളിപ്പെടാനുള്ള ദൈവ തേജസ്. വായിക്കാം. ഈ നാമോ തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന, വായിച്ചേ, നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ വരുന്നു. ഈ നല്ല ദിവസം ആകാറായി. ഇവിടുത്തെ സൂര്യൻ അസ്തമിക്കുമ്പോൾ നീതി സൂര്യൻ രോഗോപശാന്തിയോടെ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. 5 കാര്യം ഒരു ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നത് പോലെ. 1, സൂര്യൻ ഉറങ്ങും. 2, വാട്ടർ ഇൻഫെക്ഷൻ, ആയിരങ്ങൾ മരിക്കും. 3, മുല്ലപ്പെരിയാർ ഭൂകമ്പം. 4, സകല മലയും ദൈവം സ്വസ്ഥാനത്ത്. 5, ഭരണാധികാരികൾ ഭരണകൂടം വിട്ട് മരണത്തിന് വേണ്ടി ഓടുമ്പോൾ ഒരു രാജാവ് നീതിയോടെ വാഴും. അവൻ്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മടങ്ങി വരാറായി. ഈ സത്യവചനം കേട്ട് ഇന്ന് രാത്രി രക്ഷയുടെ പെട്ടകത്തിനകത്ത് ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. കുഞ്ഞാടാകുന്ന ക്രിസ്തു മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. നാളെ രാത്രി അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ, വെളിപ്പാട് 2-ാം ഭാഗം. എല്ലാവരും എഴുന്നേറ്റാട്ടെ. ഒരു